ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുക. രക്ഷകനെ കാത്തിരുന്ന ജനം. സ്നാപയോഹന്നാന്റെ വരവിനോടുകൂടി ജനത്തിൻ്റെ മനസ്സിൽ ഉത്കണ്ഠകളുണ്ടായി. ഇവൻ തന്നെയോ വരാനിരിക്കുന്ന ക്രിസ്തു? കാരണം അവൻ്റെ താമസ ജീവിതശൈലിയും തീഷ്ണതയും അതോടൊപ്പം തന്നെ അവൻ്റെ വിശുദ്ധിയും ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമായി. അവൻ പറയുന്ന ചില വാക്കുകൾ എല്ലാത്തിനും വ്യക്തമായ മറുപടിയുണ്ട്. അവനോട് പലരും സംശയമായി വന്ന് ചോദിക്കുന്നു, എന്നെ വിശദീകരിക്കുവാൻ ചെയ്യേണ്ട മാർഗമെന്താണ്? ഞാനൊരു സൈന്യത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കരം പിരിക്കുന്ന വ്യക്തിയാണ്, നികുതി പിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ എന്ത് ചെയ്യണം? അതിനെല്ലാം വ്യക്തമായ മറുപടി കൊടുത്ത് മാനസാന്തരത്തിന് യോജിക്കുന്ന വിധം അവരെ മുന്നോട്ട് നയിക്കുകയാണ്. ഇത് കണ്ട ജനം ചിന്തിക്കുന്നു, ഇവൻ തന്നെ ക്രിസ്തു. യോഹന്നാൻ ഇത് മനസ്സിലാക്കി അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അവൻ പറയുന്നു, ഞാൻ വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവനാണ്. എന്നെക്കാളും ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ, വള്ളി അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ഞാൻ ജലം കൊണ്ടാണ് സ്നാനം നൽകുന്നത്. എന്താണ് ജലം കൊണ്ട് സ്നാനം നൽകുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്ക മാമോദീസയാണ് സ്നാപയോഹന്നാൻ നൽകിയത്. എന്നാൽ ഈശോ നൽകുന്നത് അഗ്നിയാലും ജലത്താലുമുള്ള, ആത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനമാണ് അവൻ നൽകുക. അത് നമുക്ക് കാണുവാൻ സാധിക്കും. പെന്തക്കോസ്ത ദിവസം തൻ്റെ ശിഷ്യന്മാരുടെ മേൽ അഗ്നി രൂപത്തിൽ അവരുടെ ശിരസിന് മുകളിൽ തീനാവ് പോലെ വന്ന് നിൽക്കുന്നത് അവർ എല്ലാവരും കണ്ടു. അവർ ആത്മാവിനാൽ അഗ്നിയാൽ സ്നാനമേൽക്കപ്പെടുകയാണ്. നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന മാമോദീസായാലും ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അവിടെ ശിഷ്യന്മാർ പറയുമ്പോൾ തന്നെ, പത്രോസ്ലീഹായുടെ പ്രസംഗത്തിൽ തന്നെ 3000 പേര് മാമോദീസ സ്വീകരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സ്നാപയോഹന്നാന് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. ഞാൻ വഴിയൊരുക്കുവാൻ വന്നവനാണ്. അവൻ വഴിയിൽ കയറി നിന്ന് മറ്റുള്ളവർക്ക് മാർഗതടസ്സമായി നിന്നില്ല. അവൻ ഈശോയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. എല്ലാവരും ഈശോയിലേക്ക് അടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ്റെ കർക്കശമായ ചില വാക്കുകളാൽ അവൻ ബന്ധനസ്ഥനായി തീരുന്നുണ്ട്. ഹെറോദ് അന്തിപ്പാസിൻ്റെ ജീവിതശൈലി, അവൻ്റെ പ്രവർത്തനങ്ങളെ സ്നാപയോഹന്നാൻ വിമർശിക്കുന്നു. തൻ്റെ സഹോദര ഭാര്യയായ ഹെറോദ്യയുമായിട്ട് നിയമമല്ലാതെ, നീതിയില്ലാതെ സഹോദര ഭാര്യയെ പരിഗ്രഹിച്ചപ്പോൾ അവൻ അതിനെ ശക്തമായി വിമർശിച്ചു. ഇത് കേട്ട രാജാവ് അവനെ ചാവുകടലിന് കിഴക്കുള്ള പ്രദേശത്ത് അവനെ തടവിൽ പാർപ്പിക്കുകയാണ്. മർക്കേദിയ എന്ന് പറയുന്ന കോട്ടയിൽ അവരെ ബന്ധനസ്ഥനായി പാർപ്പിക്കുകയാണ്. ഇതൊന്നും അവനെ, സ്നാപയോഹന്നാനെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമല്ല. അവൻ എന്തിനു വേണ്ടി വന്നു? അവന് യഥാർത്ഥമായി ബോധ്യമുണ്ടായിരുന്നു.
തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ശിക്ഷകളെയൊന്നും അവൻ ഭയപ്പെട്ടില്ല. സ്നേഹമുള്ളവരെ, സ്നാപയാഹുനാനെ പോലെ താപസ ജീവിതവും വിശുദ്ധിയും തീഷ്ണതയും ഉള്ള വ്യക്തികൾ ഇന്ന് സഭയിലുണ്ട്. അവരെ പലരും വിമർശിക്കും. അതവർക്ക് ഒരു ഭാരമായി തോന്നില്ല. കാരണം ഇവയെല്ലാം ദൈവികതമായി കണ്ട് അവർ മുന്നോട്ട് പോകും. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും എന്ന് പറയുമ്പോൾ അവന് സ്വാതന്ത്ര്യമില്ലാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അവിടെയും അവൻ്റെ ചിന്ത ദൈവികമായി മാത്രമാണ്, ഈശോയെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് കിട്ടിയ ഈ വലിയ ഭാഗ്യം, അതായത് മാമോദീസ, ആത്മാവലം ജലത്താൽ നമ്മൾ സ്നാനമേൽക്കപ്പെട്ടു. ഈ കിട്ടിയ വലിയ ഭാഗ്യം, ഭാഗ്യത്തെ ഓർത്ത് നമ്മൾ ദൈവത്തിന് എന്നും നന്ദി പറയേണ്ടവരാണ്. വിശ്വസിച്ചവരെല്ലാവരും സ്നാനം സ്വീകരിക്കപ്പെട്ടു. അവിടുത്തെ ഗണത്തിലേക്ക് നമ്മളെ ചേർക്കപ്പെട്ടു. രക്ഷ പ്രാപിക്കുന്ന ഗണത്തിലേക്ക് ദൈവം നമ്മളെ ചേർക്കപ്പെട്ടു. ദൈവം ഇന്നും അനേകരെ രക്ഷ പ്രാപിക്കുന്ന ഗണത്തിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ ദൈവം ഏൽപ്പിച്ചവയെ മുന്നിൽ കണ്ട് മുന്നേറുവാനുള്ള ശക്തിയും കൃപയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.